ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ 2 സാമ്പാർ മീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 കഷ്ണം മത്തങ്ങ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഞാനടക്കം എല്ലാവർക്കും മത്തങ്ങ അലർജിയാട്ടോ. ഒരാൾ പോലും മത്തങ്ങ കഴിക്കില്ല വീട്ടിൽ. അത് എങ്ങനെ വെച്ചാലും കഴിക്കില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അച്ചാറിൽ ഒരു സ്പെഷ്യലിസ്റ്റാട്ടോ. പുള്ളിക്കാരത്തി അച്ചാറിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഹാപ്പിയായി. അച്ചാറാകുമ്പോൾ ആരും കഴിക്കും. അങ്ങനെ ആ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂട്ടി തിരുമ്മി വയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ തലേദിവസം തിരുമ്മി വയ്ക്കാം കേട്ടോ. നമ്മൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാനുള്ളൊരാഗ്രഹം കൊണ്ട് എന്താ 10-15 മിനിറ്റ് തിരുമ്മി വെച്ചിട്ട് നമ്മളിപ്പോൾ ഉടനെ അച്ചാറുണ്ടാക്കിയാണ്. ഇപ്പോൾ സാധാരണ തന്നെ മാങ്ങച്ചാർ ഇടുന്ന പോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഉപ്പ്, കായപ്പൊടി, അച്ചാർപ്പൊടി, മുളക് പൊടി, കാശ്മീരി പൊടി ഇവയൊക്കെ ഇടാം. അമ്മ കുറച്ച് സ്റ്റൈലിൽ വേണ്ടിയിട്ട് 2-3 ചുവന്ന മുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നല്ല കാശ്മീരി മുളക് പൊടി ഇടാം, കുറച്ച് എരിവുള്ള മുളക് പൊടി ഇടാം. അച്ചാർപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ, അതായത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അല്ലെങ്കിൽ കുറച്ച് കായവും ഉലുവയും പൊടിച്ചിട്ടാലും മതി കേട്ടോ. പക്ഷേ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അച്ചാർപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ അച്ചാറുകളിൽ സുർക്ക ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ പെട്ടെന്ന് എടുത്ത് തീരുന്ന അച്ചാറുകളിലൊന്നും സുർക്ക ആഡ് ചെയ്യാറില്ല. പക്ഷേ ഇതിനൊരു മധുരം ഉള്ളതുകൊണ്ട്, അതായത് മത്തങ്ങയ്ക്കൊരു മധുരം ഉള്ളതുകൊണ്ട് ആ മധുരം ഒരു പുളിയായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് സുർക്ക ആഡ് ചെയ്ത് വയ്ക്കുക. അത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ആഡ് ചെയ്തിട്ട് ആ ചൂട്ടോടെ അത് തിളയ്ക്കും. നമ്മൾ പിന്നെ തീ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഉടനെ നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മാറ്റി വയ്ക്കുക. തീ ഓൺ ചെയ്യേ വേണ്ട, അത് ആ ചൂടിൽ കിടന്ന് വെന്തോടും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മത്തങ്ങ അച്ചാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മത്തങ്ങയാണെന്ന് അറിയാതെ കൊടുക്കുന്ന എല്ലാവരും വിചാരിക്കുക മാങ്ങച്ചാറാണെന്നാണ് കേട്ടോ. കാരണം കഴിക്കുമ്പോൾ ഒരു മാങ്ങച്ചാറിൻ്റെ ടേസ്റ്റാണ് വരിക, മത്തങ്ങയാണെന്ന് മനസ്സിലാവേയില്ല. അപ്പോൾ മത്തങ്ങ കഴിക്കാത്ത ആളുകളെ പറ്റിക്കാൻ ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് മത്തങ്ങ അച്ചാർ. അച്ചാർ അമിതമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല, പക്ഷെ എന്നാലും ഇഷ്ടമുള്ളവർക്ക് കുറേശ്ശെ കഴിക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.